ഇതാ ഇന്ന് പണിമുടക്കാണ്, നാളെയും പണിമുടക്കാണ്. ഹർത്താലിൻ്റെയും ബന്ദിൻ്റെയും മറ്റൊരു നാമമായി പണിമുടക്ക് മാറിക്കഴിഞ്ഞു. ഫലത്തിൽ എല്ലാം ഒന്ന് തന്നെ. എൻ്റെ അമ്മയെ എനിക്ക് അമ്മ എന്ന് വിളിക്കാം, മമ്മി എന്ന് വിളിക്കാം, തള്ള എന്ന് വരെ വിളിക്കാം. എല്ലാം ഒന്ന് തന്നെ. ഹർത്താൽ എന്ന് വിളിച്ചാലും ബന്ദ് എന്ന് പറഞ്ഞാലും പണിമുടക്കെന്ന് പറഞ്ഞാലും ജനജീവിതം ജനക്രമീകരണം എല്ലാം സ്തംഭിക്കുന്ന രീതിയിൽ തന്നെയാണ്. ഇന്നത്തെ പ്രസ്താവന, സർക്കാരിൻ്റെ പ്രസ്താവനയുണ്ട്, ജീവിതത്തിൻ്റെ ക്രമീകരണത്തെ ഒന്നും തടസ്സപ്പെടുത്താത്ത രീതിയിലാണെന്ന്. ഇതാ അവിടെ വാഹനങ്ങളൊന്നും ഓടുന്നില്ല, ബസ് ഓടുന്നില്ല. തൊഴിലാളികൾ പണിയെടുക്കുന്നില്ലെങ്കിൽ, ബസ്സുകൾ ഓടുന്നില്ലെങ്കിൽ, ഓഫീസുകൾ തുറക്കുന്നില്ലെങ്കിൽ, സ്ഥാപനങ്ങൾ തുറക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് പൊതുജീവിതത്തിൻ്റെ ക്രമീകരണത്തിനെ ബാധിക്കാതിരിക്കുക? ഈ പൊട്ടത്തരം പറയുന്നതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് വിഡ്ഢികളായ പല ജനങ്ങളും ഇന്ന് സമൂഹത്ത് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണോ പറയുന്നത്? അല്പമെങ്കിലും രാഷ്ട്രീയ ബോധമോ സാമൂഹ്യ ബോധമോ ഉള്ള ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്ന് വരേണ്ട പ്രസ്താവനകളല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ. ഒരു രാഷ്ട്രീയ ബോധമോ സാമൂഹ്യ ബോധമുള്ള നേതാക്കന്മാരാണെങ്കിൽ ഹർത്താൽ ചെയ്യാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. എന്ത് നീതി നേടിയെടുക്കുവാൻ വേണ്ടിയാണ്, എന്ത് അവകാശം നേടിയെടുക്കാൻ വേണ്ടിയാണ്, ജനങ്ങളുടെ പൊതു അവകാശങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓരോ രാഷ്ട്രത്തിലെ നേതാക്കന്മാരും ഓരോ ഭരണ സംവിധാനങ്ങളും. ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ പോക്ക് എങ്ങോട്ടാണ്? ഇന്ന് രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ്? സാമ്പത്തിക മാന്യത അത്രയും ശക്തമായി ബാധിച്ചു കഴിഞ്ഞു. ഇന്ന് രാജ്യം ഭരിക്കുന്ന സർക്കാരായാലും ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാരായാലും പല തലങ്ങളിലെ നേതാക്കന്മാർ ഉയർന്നു വരുന്നവരുമൊക്കെ ഇന്ന് രാഷ്ട്രത്തിന് ഏത് തലങ്ങളിലാണ് കൊണ്ടുപോകുന്നത്? നേതാക്കന്മാർക്ക് രാഷ്ട്രീയ ബോധമോ സാമൂഹ്യ ബോധമോ ഉണ്ടെങ്കിൽ അവരൊരിക്കലും ചെയ്യുന്ന പ്രവർത്തികളല്ല ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഭാഗങ്ങളെല്ലാം അവർക്ക് സമൂഹം നേരിടുന്ന പ്രതിസന്ധികളെപ്പറ്റി അവർക്ക് അറിവില്ലായ്മയാണ്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ധാർഷ്ട്യമാണ്. ഇന്ന് ശബരിമല കഴിഞ്ഞ ദിവസം സമരം നടത്തി കഴിഞ്ഞപ്പോൾ അവർ ഹർത്താൽ നടത്തി, കഴിഞ്ഞ ആഴ്ച നടത്തി. ഇതാ ഇപ്പോൾ പുതിയ സമരം വന്നു. അന്നത്തെ ഹർത്താലിന് ശക്തമായി എതിർത്തു, ശരിയാണ്. ഹർത്താൽ നടക്കാൻ പാടില്ല, ശക്തമായിട്ട് അവർ എതിർക്കുകയും ചെയ്തു, അടിച്ചൊതുക്കുകയും ചെയ്തു, അവർ അക്രമം ഉണ്ടാക്കുകയും ചെയ്തു, അനേകം നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. ഒരു ഹർത്താൽ നടക്കുമ്പോൾ തന്നെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ കോടാനുകോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ കംപ്ലീറ്റ് മാന്യം നടക്കുന്നത്. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ കൂപ്പുകുത്തി താഴോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഒരു മാന്യം അനുഭവിക്കുന്ന ഒരവസ്ഥയിൽ ഇതുപോലെ ഹർത്താലുകൾ നടത്തിക്കഴിഞ്ഞാൽ, പണിമുടക്ക് നടത്തിക്കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ? എല്ലാ മേഖലയും സ്തംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇന്ന് ഓഫീസിൽ പോകണമെങ്കിൽ, ഇന്ന് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിൽ കുട്ടികൾക്ക് വരാൻ പറ്റില്ല, സ്കൂളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് പൊതുജീവിതത്തിനെ അത് ബാധിക്കാതിരിക്കുന്നത്? എന്ത് വിഡ്ഢിത്തമാണ് ഇവർ പറയുന്നത്? വാഹനങ്ങൾ ഓടിക്കാതിരിക്കും, കുട്ടികൾക്ക് സ്കൂളിൽ വരാൻ പറ്റുമോ? കോളേജുകൾ വരാൻ പറ്റുമോ? കോളേജുകൾ അടച്ചിട്ടിരിക്കുന്നു. സ്ഥാപനങ്ങൾ എത്ര പേര് തുറക്കും? എത്ര ഓഫീസ് തുറക്കും? എത്ര ഓഫീസ് തുറക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ ഓഫീസിലേക്ക് പോകാൻ പറ്റുക? ഏത് ഓഫീസ് തുറക്കുമെന്ന് വിചാരിച്ചാൽ പോകാൻ വാഹനമുണ്ടോ? പോകാൻ വാഹനമുണ്ടാവില്ല. ബസ്സിൽ കയറി പോകുന്നവർക്ക് വാഹനമില്ല. പെട്രോൾ പമ്പുകൾ തുറക്കുമോ? ഇന്ന് എല്ലാം ഒന്നും ചെയ്യുന്നില്ല, ഒന്നിനെ ബാധിക്കത്തില്ല, ഞങ്ങൾ പണിമുടക്കുന്നുള്ളൂ എന്ന് പറയുന്ന തന്ത്രം, അല്ലെങ്കിൽ ഈ ഉഡായിപ്പ് സാധാരണ ജനത്തിന് മനസ്സിലാകില്ല എന്ന് വിചാരിക്കരുത്. നേതാക്കന്മാർ, സാമൂഹ്യ ബോധമില്ലാത്ത നേതാക്കന്മാർ ഇന്ന് സമൂഹത്തിലേക്ക് പെരുകിക്കഴിഞ്ഞതാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യം. ഇനി നീതി നടപ്പാക്കുക. ഈ സ്വന്തം മൂക്കിൻ്റെ താഴെ കിടക്കുന്ന നമ്മുടെ ഇപ്പോൾ സർക്കാരിൻ്റെ തന്നെ സ്വന്തം മൂപ്പിന് താഴെ കിടക്കുന്ന ശ്രീജിത്ത് എന്ന വ്യക്തി ഫാസിംഗ് നടത്തി അവൻ്റെ ന്യായത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി അവൻ എഴുന്നേറ്റ് 2 വർഷത്തിലധികമായി. ആ തോട്ടു മൂക്കിന് മുന്നിൽ കിടക്കുന്ന വ്യക്തിക്ക് ഒരു നീതിബോധം ചെയ്തു കൊടുക്കാൻ, നീതി ചെയ്യാൻ, ന്യായം ചെയ്തു കൊടുക്കാൻ വേണ്ടി അവൻ്റെ അവകാശം ഇല്ലെങ്കിൽ ഒന്ന് മോനെ സാരമില്ല, നമുക്ക് വേണ്ടത് ചെയ്യാമെന്നുള്ളൊരു ആശ്വാസവാക്ക് വരെ പറയാൻ പറ്റാത്ത എന്ത് അവകാശം നേടിയെടുക്കാനാണ് നമ്മൾ ഈ സമരങ്ങൾ നടത്തുന്നത്? സ്വന്തം കാര്യങ്ങളും സ്വാർത്ഥതകളും മാത്രമല്ലേ ആ സഹോദരന് വേണ്ടി നമുക്ക് ചെയ്യുന്നത്? അതുപോലെ അനേകം കാര്യങ്ങളാണെങ്കിൽ ഓരോന്നും എടുത്ത് പറയാനുണ്ടാകും. ശബരിമലയിൽ ഹർത്താൽ നടത്തിയ സമയത്ത് പിന്നെയും അവിടെ സ്ത്രീകൾ കയറി, നിങ്ങൾ പിന്നെയും സമരം നടത്തുന്നില്ലേ, ഹർത്താൽ നടത്തുന്നില്ലേ എന്ന് ധാർഷ്ട്യത്തോട് ചോദിച്ച നേതാവ് തന്നെ അതിനേക്കാൾ മൂത്ത ചേട്ടനാണ് കേന്ദ്രത്തിലിരിക്കുന്നത്. ഇവിടെ ഇരട്ടച്ചങ്കുള്ള ധാർഷ്ട്യമുള്ള നേതാവാണ് ഉള്ളതെങ്കിൽ അതിനേക്കാൾ ധാർഷ്ട്യമുള്ള ചേട്ടൻ തന്നെയാണ് സെൻട്രൽ ഗവൺമെൻറ് ഭരിക്കുന്നത്. അവർക്കൊന്നും ഒരു മാറ്റം വരാൻ പോകുന്നില്ല. നിങ്ങൾ 2 ദിവസമല്ല 1 മാസം ഹർത്താൽ നടത്തിക്കഴിഞ്ഞാലും ഈ ധാർഷ്ട്യമുള്ള നേതാക്കന്മാർ ഉള്ളിടത്തോളം കാലം ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്പമെങ്കിലും രാഷ്ട്രബോധമോ സാമൂഹ്യ ബോധമുള്ള നേതാക്കന്മാരാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു ദിവസം 11 മണിക്ക് ഒരു 5 മിനിറ്റ് ഇരുന്ന് രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് 5 മിനിറ്റ് പണിമുടക്കിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലേ? ഇവിടെ എന്തെങ്കിലും പ്രശ്നം വരുമോ? കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധിക്കത്തില്ലേ? വേറെ 5 മിനിറ്റ് മാത്രം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ലേ? അങ്ങനെ 5 മിനിറ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിന് ഇത്തരം പ്രശ്നങ്ങൾ നേരിടുമോ? ഇത്തരം സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുമോ?
ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അമേരിക്ക ഹിരോഷിമ നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചു കഴിഞ്ഞപ്പോൾ, ആറ്റം ബോംബ് വർഷിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ തകർന്ന് തരിപ്പണമായ ജപ്പാൻ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. അവരുടെ നിശ്ചയദാർഢ്യം, അവരുടെ ഐക്യത്തോടുള്ള അവരുടെ പ്രവർത്തന രീതി കൊണ്ടാണത്. അത് രാജ്യത്തിനെ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേക്കാൻ അനുവദിച്ചുവെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ നേതാക്കന്മാരുടെ നാറ്റം ബോംബ് കൊണ്ട്, അവരുടെ നാറ്റം വമിക്കുന്ന പ്രസ്താവന കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട്, ഇതുപോലെയുള്ള സാമൂഹിക ബോധമില്ലാത്ത, രാഷ്ട്രബോധമില്ലാത്ത പ്രവർത്തനങ്ങൾ കൊണ്ട് അതിന് നാറ്റം ബോംബെന്ന് ഞാൻ പറയുന്നത്. അത് ഒറ്റപ്പൊട്ടലല്ല, ഇത് പൊട്ടി ചെറിയൊരു പൊട്ടി ഈ രാഷ്ട്രത്തിനെ തകർത്ത് കളയുന്ന രീതിയിൽ വരുമ്പോൾ സത്യം പറഞ്ഞ പെലിക്കൻ പക്ഷിയെപ്പോലെ ഈ രാജ്യം തകർന്നു പോവുകയുള്ളൂ. ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ രാഷ്ട്രത്തിൻ്റെ ബോധമില്ലാത്ത നേതാക്കന്മാരുകൾ കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് ശക്തമായി ഞാൻ പറയും. ഒരു പൗരൻ, ഇന്ത്യൻ പൗരൻ നിലയിൽ ഞാൻ പറയും, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നീതിബോധം നേതാക്കന്മാർക്ക് ആദ്യം ഉണ്ടാകണം, രാഷ്ട്രബോധം നേതാക്കന്മാർക്ക് ഉണ്ടാകണം, സാമൂഹ്യ ബോധം ഉണ്ടാകണം. ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഭരിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കണം. ജനങ്ങളെ മുഴുവനും എല്ലാവരെയും ഒറ്റക്കെട്ടായി കണ്ടിട്ട് വേണം ഭരിക്കാൻ വേണ്ടിയിട്ട്. ഒരു സ്ഥലത്ത് ഭരിക്കാൻ കയറിയ മൃഗങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നവരെയാണ് നമുക്കിവിടെ ആവശ്യം. അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിക്ക് ഞങ്ങൾ കയറ്റിവിട്ടിരിക്കുന്ന പാർട്ടികൾക്ക് അവർക്ക് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം ഭരിക്കുന്നതാണോ രാഷ്ട്രീയ ഒരു നേതാവ് ചെയ്യേണ്ടത്? ഒരു പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും ഏത് രാഷ്ട്ര നേതാവായാലും ഈ രാഷ്ട്രത്തിൽ ഭരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവർ സമൂഹത്തിന് വേണ്ടിയിട്ട് എല്ലാവരെയും ജാതി, മത, വർഗ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഒറ്റക്കെട്ടായി കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ഭരിക്കാൻ തയ്യാറുള്ള നേതാക്കന്മാർ നമുക്ക് വേണ്ടത്. ഇങ്ങനെയുള്ള നേതാക്കന്മാരിന്ന് എത്ര പേരുണ്ട്? വളരെയധികം മൂല്യച്യുതി ഇന്ന് സമൂഹത്തിലെ നേതാക്കന്മാർക്ക് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ അവരുടെ മക്കളെയും കുടുംബത്തിനും വേണ്ടി ഭരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ഭരിക്കുന്നു. പക്ഷപാത ഭേദമന്യേ രാഷ്ട്രത്തിൻ്റെ മൊത്തം എല്ലാ ജനങ്ങളെയും ഒറ്റക്കെട്ടായി കൊണ്ട് ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എല്ലാവർക്കും ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ചിന്തിച്ചുകൊണ്ട്, രാഷ്ട്രത്തെ പടുത്തുയർത്താൻ ചിന്തിച്ചുകൊണ്ട് നയിക്കുന്ന എത്ര നേതാക്കന്മാരുണ്ട്? നമുക്ക് എന്ത് സംഭവിച്ചു? നാം എങ്ങോട്ടാണ്? ഇത്രയും കാലങ്ങൾ കണ്ടുകൾ പഠിക്കുന്നില്ലേ? അന്ധമായി വിശ്വസിക്കുന്ന അണികളുള്ളിടത്തോളം കാലം എന്തും ചെയ്യാമെന്ന അവസ്ഥ കഴിഞ്ഞു. ഗുണ്ടായുസം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ പല കൊലപാതകം നടത്തുവാനും വെല്ലുവിളി നടത്തുവാനും പറ്റുന്നുണ്ടെങ്കിൽ ഏതവനും ഒരു മുഖ്യനോ പ്രധാനമന്ത്രിയോ ആകാമെന്ന് നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാരുടെ പ്രവൃത്തി കൊണ്ടും അവരുടെ വിജയങ്ങളും കൊണ്ടും ഇന്ന് നമ്മുടെ രാജ്യം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള ഏതെങ്കിലും രാജ്യത്തുകൊണ്ട് ഇതുപോലെ ഹർത്താൽ നടക്കുന്നത്, ഇതുപോലെ പണിമുടക്ക് നടക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ ബന്ദ് നടക്കുന്നത്? ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് വിധി ഹർത്താലിനും ബന്ദിനും ഇന്ത്യയിൽ ഓർഡർ നിലനിൽക്കുന്ന സമയത്താണ് ഇന്നും ഈ ഹർത്താലിൻ്റെ പേര്, പണിമുടക്കിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ബന്ദ് എന്ന പേരിൽ, ബന്ദ് ഇപ്പോൾ മാറ്റിവെച്ചെങ്കിലും ഹർത്താൽ പണിമുടക്കിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫലത്തിലെല്ലാം ഒന്ന് തന്നെ. ഇന്ന് രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കുന്നവരാണെങ്കിൽ, സുപ്രീം കോടതിയുടെ നിയമം അനുസരിക്കുന്നവരാണെങ്കിൽ ഈ വിധി നിലനിൽക്കുമ്പോൾ ഇങ്ങനെ ഹർത്താൽ നടത്തുകയാണോ? നിങ്ങൾ രാജ്യദ്രോഹികളല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത്. രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കാത്ത വ്യക്തികൾ രാജ്യദ്രോഹികളല്ലേ? അപ്പോൾ നിങ്ങൾ ഈ പ്രസ്താവന ഇറക്കുകയും ഈ ഹർത്താൽ നടത്തുകയും ചെയ്യുന്ന നിങ്ങളെ രാജ്യദ്രോഹികൾ എന്ന് തന്നെയാണ് ഞാൻ വിളിക്കാൻ അവകാശപ്പെടുന്നത്. ഇത് നിങ്ങൾ നേരെ നോക്കി ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു ഇന്ത്യൻ പൗരനാകുമോ? തെറ്റ് ചെയ്യുന്ന എല്ലാ നേതാക്കൾക്കും എതിരുമാണ്. ഇത് രാഷ്ട്രീയ പക്ഷഭേദമന്യേ ഞാൻ പറയുന്നത്. ഇതൊരു പൗര നിലയിൽ നിങ്ങളോട് പറയേണ്ടിയിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഈ ഹർത്താലിന് പകരം നിങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ മേന്മയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 മിനിറ്റ് ഒരു ദിവസം ആ പണിയെടുക്കുന്ന സമയത്ത് 5 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഇന്ന പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രാർത്ഥിക്കുക വരേണ്ട, 5 മിനിറ്റ് മൗനമായിട്ട് ഈ രാജ്യത്തിന് വേണ്ടി നിലനിന്നുകൂടെ? നമ്മുടെ പ്രതിഷേധം അറിയിച്ചുകൂടെ? ഏത് പ്രശ്നത്തിനാണെങ്കിലും 5 മിനിറ്റ് ആ നിമിഷം മാത്രം എഴുന്നേറ്റ് നിന്ന് ഓഫീസുകളിലോ പണിയെടുക്കുന്ന സ്ഥലങ്ങളിലെ എല്ലാ ജനവും എഴുന്നേറ്റ് നിന്ന് രാഷ്ട്രത്തിന് വേണ്ടി, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടി, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണ്ടി എവിടെയാണ് പ്രവർത്തനങ്ങൾ, ഏത് അവകാശമാണ് വേണ്ടത്, അവകാശത്തിന് വേണ്ടി 5 മിനിറ്റ് അവിടെ നിന്നിട്ട് രാജ്യത്തിനെ മുഴുവൻ എല്ലാ ജനങ്ങളോടും ആഹ്വാനം ചെയ്താൽ നിൽക്കത്തില്ലേ? ഈ 48 മണിക്കൂർ നിങ്ങൾ 360 ദിവസം നിന്നാലും ചിലപ്പോൾ ഈ കാര്യങ്ങളൊന്നും സാധിച്ചു തരണം വന്നില്ല. അല്ലെങ്കിൽ സാധിച്ചു കിട്ടിയാലും ഇത്രയും നഷ്ടമുണ്ടാക്കിയിട്ട് എന്ത് ഗുണമാണ് നമുക്ക് സമൂഹത്തിന്? അനേക ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, സമൂഹത്തെ മുഴുവൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് എന്ത് നേട്ടം നമ്മൾ നേടുന്നു?
അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ നേതാക്കന്മാർക്കെല്ലാം അവകാശം നേടിയെടുക്കേണ്ടത് പ്രഖ്യാപിക്കാമല്ലോ, പബ്ലിക്കായിട്ട് ഈ പണി മുടക്കാതെ പ്രഖ്യാപിക്കാമല്ലോ. ഇന്ന് മുതൽ 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂർ ഞങ്ങൾ ഉപവാസമാണെന്ന്. വേണ്ട, ഒരു 5 മണിക്കൂർ ഉപവാസം എടുത്തൂടെ, ഫാസ്റ്റിംഗ് എടുത്തൂടെ, അല്ലെങ്കിൽ ഒരു ദിവസം ഉപവാസം ഫാസ്റ്റിംഗ് 12 മണിക്കൂർ, ഇപ്പോൾ 24 മണിക്കൂർ, ഇപ്പോൾ 48 മണിക്കൂറായി ഹർത്താലുകൾ. ഈ ഹർത്താൽ നടത്തി പണിമുടക്കായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് എടുത്തുകൂടെ? ഈ ഫാസ്റ്റിംഗ് എടുത്ത് എന്തൊരു ഗുണമുണ്ട്? ശരീരത്തിന് ഗുണമുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വെട്ടി വിഴുങ്ങുന്ന ആ സാധനങ്ങൾ വരെ ഉപയോഗശൂന്യമായി നമുക്ക് ഇരിക്കുന്നതിൻ്റെ ഗുണമുണ്ട്. ഇല്ലെങ്കിൽ അത്രയും നേരം നിങ്ങളത് മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ, മൗനം വഹിച്ചു കഴിഞ്ഞാൽ, വായിക്കൂടെ പുറത്തേക്ക് വരുന്ന വേസ്റ്റും ഇത് തിന്നിട്ട് പുറത്തേക്ക് വരുന്ന വേസ്റ്റുമെങ്കിലും ഈ ലോകത്തിന് ഭാരമല്ലാതെ ഇരിക്കും. മനുഷ്യൻ്റെ മസ്തിഷ്ക ക്ഷാളനം ചെയ്യുന്ന, വായിൽ കൂടെ വരുന്ന ഇത്തരം പൊട്ട പ്രസ്താവനകൾ കൊണ്ട് ഈ ജനത്തിന് കൊടുക്കുന്ന വേസ്റ്റുകളോ, അതുപോലെ തന്നെ മൂട്ടിക്കൂടെ പോകുന്ന വേസ്റ്റ് തന്നെ പറയേണ്ടി വരുന്നു. ആ വേസ്റ്റ് ഭൂമിക്ക് ഭാരമാകാതിരിക്കുകയും ചെയ്യും. ഒരു 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂർ ഉപവസിച്ചിട്ടുണ്ടെങ്കിൽ, ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു മേന്മയല്ലേ? ശരീരത്തിന് നല്ലതല്ലേ? പ്രതിഷേധം അറിയിക്കാൻ പറ്റിയില്ലേ? ഇങ്ങനെ എത്ര പുതിയ പുതിയ മാർഗങ്ങളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്നും ജനത്തിന് ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളല്ല, വളരെ നന്മയുണ്ടാക്കുന്ന കാര്യങ്ങളുമാണ്. പ്രതിഷേധം അറിയിക്കാനും പറ്റും. ഇത്തരം മാർഗങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇത്രയും മോശമായ രീതിയിലുള്ള ഹർത്താലുകൾ, പണിമുടക്കുകൾ എന്നുള്ള പേരിൽ നടത്തുന്നത് പറഞ്ഞാൽ എന്തായാലും ഒരു രാജ്യം സ്നേഹിക്കുകയോ, രാജ്യത്തിന് സമ്പദ് വ്യവസ്ഥയെ നന്നായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നോ, സമൂഹം ഉയർച്ചയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നേതാവിനോ ഒരു വ്യക്തികൾക്കോ അതിനെ ഈ ഹർത്താലിനെയോ പണിമുടക്കിനെയോ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ തെറ്റായ ചിന്താഗതിയാണ്. രാഷ്ട്രബോധമോ സാമൂഹ്യ ബോധമോ നീതിബോധമില്ലാത്ത നേതാക്കന്മാരുടെ തെറ്റായ പ്രസ്താവനകളെ ഇനിയെങ്കിലും ജനങ്ങൾ തിരിച്ചറിയുവാനും പക്ഷപാതപരരഹിതമായി രാഷ്ട്രീയ ഭേദമന്യേ ഈ രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുവാനും നിങ്ങൾ സാധിക്കണം. ആ ചിന്തയിലേക്ക് പൊതുജനം കഴുതയല്ല, പൊതുജനം വിവേകമുള്ളവനാണെന്നുള്ള തിരിച്ചറിവിലേക്ക്, അല്ലെങ്കിൽ ആ രാഷ്ട്രബോധത്തിലേക്ക് ഓരോ അണികളും അല്ലെങ്കിൽ ഓരോ ഇന്ത്യൻ പൗരനും കടന്നു വരേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മൾ വളരെ അതിക്രമിച്ചു. നമ്മുടെ രാജ്യം ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കണമോ, അതോ നമ്മുടെ രാജ്യം പെലിക്കൻ പക്ഷിയെ പോലെ ചങ്ക് പൊട്ടി ചോരവേർത്ത് ചാകണമോ? ഏതാണെന്ന് സമൂഹമേ, ഇന്ത്യൻ സമൂഹമേ, ഇന്ത്യൻ പൗരന്മാരെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. എനിക്ക് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ, എൻ്റെ വാക്കുകൾ രൂക്ഷമായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒരു ഇന്ത്യൻ പൗരനെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം?